warmly welcome our guest speaker, Philip Matthew Vettikadachan from St. Mary's Syro Malankara Catholic Church, Melbourne, to address the gathering and share a message of Christmas hope to us. Welcoming Achan to the stage. ഈശ്വരേറ്റവും സ്നേഹിക്കപ്പെട്ട ജിബ്രച്ച, പ്രിയ മാതാപിതാക്കന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ഇത്ര മനോഹരമായ സന്ധ്യയാണ് ഇന്നത്തെ സന്ധ്യ. സുന്ദരനായ ജീവനച്ചനെ പോലെ തന്നെ സുന്ദരമായ ഒരു ഇടവക. നിങ്ങളുടെ ആദ്യത്തെ ഈ ക്രിസ്മസ് ആഘോഷത്തില് ഈ മെൽബണിൽ കിട്ടാവുന്ന ഏറ്റവും ചെറിയ ഒരു ഗസ്റ്റായി എന്നെ വിളിച്ചു ചേർത്തതിന് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുകയാണ്. നിങ്ങളോടൊപ്പം ഈ സന്ധ്യയിൽ ആയിരിക്കാൻ സാധിച്ചതിൽ ഞാൻ ഏറെ ഭാഗ്യവനാണെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. കുഞ്ഞുങ്ങളുടെ ഒരു പ്രോഗ്രാമേ ഞാൻ കണ്ടുള്ളൂ എങ്കിലും എൻ്റെ മനസ്സ് ഒരുപാട് നിറഞ്ഞിരിക്കുകയാണ്. ഇത് വെറും വാക്കല്ല, നിങ്ങളെപ്പോലെ തന്നെ നല്ല മിടുക്കന്മാരും മിടുക്കികളുമാണ് നമ്മുടെ കുഞ്ഞുങ്ങളും എന്ന് ഒരൊറ്റ പ്രോഗ്രാമിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ എല്ലാവർക്കും ഞാൻ സ്നേഹപൂർവ്വം നേരുകയാണ്. കുഞ്ഞുങ്ങളുടെ ഡാൻസ് മുൻപിലിരുന്ന് അമ്മമാര് കളിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ ഞാനും ചിന്തിച്ചു, പ്രസംഗത്തിനും എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് കിട്ടുമായിരിക്കും. അത് കിട്ടുന്നില്ല എന്നിപ്പോൾ എനിക്ക് മനസ്സിലായി. സത്യത്തിൽ ഈ ദിവസങ്ങളിൽ എനിക്ക് നല്ല പനിയൊക്കെ ആയിരുന്നു. ഇന്ന് വരാൻ പറ്റുമോയെന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല. അപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത്, ഈ ദിവസങ്ങളിൽ ജിബിനച്ഛൻ എന്നെ എന്തോ എന്നെ പറ്റിച്ചിരുന്നു. ഇന്ന് ഞാൻ വന്നില്ലെങ്കിൽ അച്ഛൻ ചിന്തിക്കും ഞാനും പറ്റിച്ചതായിരിക്കും, പ്രതികാരം ചെയ്തതായിരിക്കുമെന്ന് അച്ഛൻ ചിന്തിക്കുമെന്ന് കരുതി തന്നെയാണ് എത്ര റിസ്ക് എടുത്തിട്ടായാലും ഇന്ന് ഞാനിവിടെ ഈ സന്ധ്യയിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത്. ക്രിസ്മസിന്റെ സന്ദേശം എന്താണ്? നിങ്ങളുടെ ഇരിപ്പ് കണ്ടാൽ ഞാനെന്തോ നിങ്ങളോട് വിരോധമെന്തോ ദ്രോഹം ചെയ്തതുപോലെയാണ് നിങ്ങളൊക്കെ ഇരിക്കുന്നത്. ഞാൻ ഒരു ദിവസം അങ്ങോട്ട് വിളിക്കുന്നുണ്ട് നിങ്ങളെയല്ല, എന്നാൽ ഞങ്ങളും ഇതേപോലെ മസിലേക്ക് പിടിച്ചിരിക്കും. അപ്പം നിങ്ങൾ എന്ത് പറയുമെന്ന് എനിക്കത് കേൾക്കണം. ക്രിസ്മസിന്റെ സന്ദേശം എന്താണ്? ലൂക്കാസ് സുവിശേഷൻ പറയുന്നു, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ യേശു ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. എന്ന് പറയാം എൻ്റെ കൂടെ. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ യേശു ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. നിങ്ങളുടെ മുഖം കണ്ടാൽ ഇങ്ങനെ ഒരാളിവിടെ വന്നിട്ട് പോലും ഒരു നമ്മുടെ രീതിയിലാണ് ഇരിക്കുന്നത്. ഒരു സന്തോഷമില്ലല്ലോ നിങ്ങൾക്ക്? ആദ്യത്തെ ക്രിസ്മസ് ആയതുകൊണ്ടാണ് ഇവിടുത്തെ? ആണോ? ഇതൊരു സന്തോഷത്തിന് സദ്വാർത്തയല്ലേ? ഇന്ന് ചിരിച്ചോണ്ട് പറഞ്ഞേ, ദാവീദിന്റെ പട്ടണത്തിൽ ഞങ്ങൾക്കായ രക്ഷകൻ, കർത്താവായ യേശു ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. യേശയ്യാ പ്രവാചകൻ ഇപ്രകാരം പറയുന്നുണ്ട്, അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം വലിയ പ്രകാശം കണ്ടു. കൂരിരുട്ടിന്റെ ദേശത്ത് ഒരു വലിയ പ്രകാശം ഉദിച്ചു. വീണ്ടും യോഹന്നാൻ സുവിശേഷം പറയുന്നില്ലേ, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. ദൈവം ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ബോറടിക്കുന്നുണ്ടെങ്കിൽ താഴോട്ട് വരും. ഞാൻ താഴോട്ട് വരണോ? ഇല്ല, പേടിയല്ല എന്നെ. ദൈവം മനുഷ്യനോളം ചെറുതായ ദിവസമാണ് എന്ത്? ഈസ്റ്റർ അല്ലെ?
എന്നാ പറ. ക്രിസ്മസ് നിങ്ങൾക്ക് ഒരു ഉഷാറില്ലല്ലോ. ദൈവം മനുഷ്യനോളം ചെറുതായ ദിവസമാണ് ക്രിസ്മസ്. സമ്മതിച്ചോ? ദൈവത്തിന്റെ മഹത്വം മനുഷ്യൻ തന്റെ കണ്ണുകൾ കൊണ്ട് ദർശിച്ചനുഭവിച്ചറിഞ്ഞ ദിവസമാണ് എന്ത്? ക്രിസ്മസ്. ദൈവം നമ്മുടെ ഇടയിൽ വസിക്കാൻ ആരംഭിച്ച ദിവസമാണ് എന്ത്? ക്രിസ്മസ്. ഈ ക്രിസ്മസിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ആശംസകളും സെന്റ് ജോർജ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചിലെ മെൽബണിലെ കൂട്ടായ്മയിലെ അംഗങ്ങളായ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ സ്നേഹപൂർവ്വം നേരുകയാണ്. എനിക്കൊരു കുടിയനായ കൂട്ടുകാരനുണ്ടായിരുന്നു. ഞാൻ ഉള്ള കാര്യങ്ങളെല്ലാം പറയട്ടെ. കുടിയനായ കൂട്ടുകാരൻ. പുള്ളിയുടെ കൂടെ ഒരുപാട് കൂട്ടുകാരും ഉണ്ടായിരുന്നു. എന്ത്? കുടിക്കുന്ന കൂട്ടുകാരും. ഒരു ഏറ്റവും കൂടുതൽ കുടിക്കുന്ന സമയം ഏതാണെന്ന് അറിയുമോ? ഏതാ? പറ. ക്രിസ്മസ്. ക്രിസ്മസ് ഒന്നുമല്ല, കാരൽ സർവീസിന്റെ സമയം. ഭയങ്കര വെള്ളം, വെള്ളത്തോട് വെള്ളം. അങ്ങനെ ഒരിക്കലും ഞാൻ വളരെ വേദനയോടെ ആ കൂട്ടുകാരനോട് ചോദിച്ചു, സുബോധത്തോടെയൊക്കെ പോയിക്കൂടെ? ഈ പ്രാർത്ഥനയൊക്കെ ഉച്ചത്തിൽ വിളിച്ച് പറയുമ്പോൾ ഇച്ചിരി സുബോധത്തോടെയൊക്കെ പറഞ്ഞുകൂടെ? അപ്പോ ആ കൂട്ടുകാരൻ പറഞ്ഞ കാര്യം, നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്നുണ്ട് എന്നോട്? ഉണ്ടെങ്കിലും സാരമൊന്നുമില്ല, ഉള്ള കാര്യമല്ല പറയുന്നത്. അതായത് സുബോധത്തോടെയൊക്കെ പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ആ കൂട്ടുകാരനോട് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ഇറ്റ് ഇസ് എ ഫൺ ടൈം ഫോർ us. It is a fun time. It is an entertainment for us. ഇത് ഫണ്ണാണ് ഞങ്ങൾക്ക്. ഞാനൊരു കാര്യം പറയട്ടെ. എന്നാൽ ഈ മിസ്റ്ററി ഓഫ് ഇൻകാർണേഷൻ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഫണ്ണായിരുന്നില്ല. മനുഷ്യാവതാരം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഫണ്ണായിരുന്നില്ല. ആയിരുന്നോ? ദൈവത്തിന് നമ്മുടെ ഇടയിൽ വസിക്കാൻ ഇപ്പോഴും ആഗ്രഹമുണ്ട്. നമ്മുടെ വീട്ടില്, നിങ്ങളുടെ വീട് എവിടെയാ? എവിടെയാ? ഇവിടെയൊക്കെ തന്നെയല്ലേ? നിങ്ങളുടെ വീട്ടിലും ഈ ദൈവത്തിന് വന്ന് വസിക്കാൻ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ തീരുമാനങ്ങൾ എന്തും ആയിക്കോട്ടെ, ആ തീരുമാനങ്ങളിലും ഈശോയ്ക്ക് വന്ന് വസിക്കാനായിട്ട്, ജനിക്കാനായിട്ട് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് വല്ല വിരോധമുണ്ടോ? ഉണ്ടോ? ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടങ്ങളിലും നമ്മുടെ വേദനകളിലും നമ്മുടെ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലെല്ലാം ഈശോയ്ക്ക് വന്ന് ജനിക്കാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു സെലിബ്രേഷനെക്കാട്ടിലും ഇതൊരു, അച്ഛൻ പറഞ്ഞതുപോലെ, ഇറ്റ് ഈസ് ടു ബി ഫോളോവഡ്. അല്ലെ? ഈശോയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റിയ നല്ലൊരു അവസരമാണ്. ഈ സ്റ്റാർ ആരത്തൊക്കെ? നിങ്ങളാരുമല്ലേ? നിങ്ങളുടെ വീട്ടിൽ സ്റ്റാർ ഇട്ടോ? നമ്മൾ വീട്ടിൽ തൂക്കിയ സ്റ്റാറിന്റെ വലിപ്പത്തെക്കാട്ടിലും ഭംഗിയെക്കാട്ടിലും അതിന്റെ വിലയെക്കാട്ടിലും ഒക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമില്ലേ? അത് ഈശോ ജനിച്ചെന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ടല്ലേ? അല്ലേ? നമ്മൾ അങ്ങനെ ചിന്തിക്കാറുണ്ടോ? ഇടുമ്പം പുൽക്കൂട് ഒരുക്കുമ്പം ദൈവത്തിന് ഇട ഒരുക്കണം എന്നുള്ള ആഗ്രഹത്തോടെ നമ്മൾ പുൽക്കൂട് ഒരുക്കിയിട്ടുണ്ടോ? ഇടവൊരുക്കാൻ പറ്റുന്ന ഇടങ്ങളിലെല്ലാം ദൈവത്തിന് വേണ്ടി നമ്മൾ വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ടോ? എന്തിനു പറയണം? നമ്മൾ ക്രിസ്മസിന്റെ റീല് ചെയ്യുമ്പം ഈശോയ്ക്ക് വേണ്ടി റീല് ചെയ്തിട്ടുണ്ടോ? ഈശോയുടെ സ്നേഹത്തെ പ്രതി നമ്മൾ റീല് ചെയ്യാറുണ്ടോ? കാരലിന് മാലാഖമാരെ സ്തുതിക്കുന്നത് പോലെ ഈശോയുടെ സ്നേഹത്തെ പ്രതി സ്തുതിച്ചുകൊണ്ട് ആ മംഗളവാർത്ത അറിയിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ we still miss him എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ? ഉണ്ടോ? നിങ്ങൾ എന്ത് പാവപ്പെട്ടവരാണ്. ഇത് ഓർത്തഡോക്സ് ചർച്ച തന്നെയല്ലേ? ആണോ? നമ്മളെപ്പോലെ തന്നെ നിങ്ങൾ വളരെ പാവങ്ങളാണെന്ന് തോന്നുന്നു. പാവപ്പെട്ടവരാണ്, നിഷ്കളങ്കരാണ്. ആണോ? അതുകൊണ്ട് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്കറിയാം നിങ്ങൾ താഴെ വന്നതിനെ അടിക്കുമെന്നറിയാം. അതായത്
നിങ്ങൾക്കുള്ളതിനെ കുറിച്ച് ഞാൻ ചോദിക്കുന്നില്ല. ചോദിക്കട്ടെ? ചോദിക്കുന്നില്ല. നിങ്ങൾക്കറിയാലോ, നിങ്ങൾക്ക് വീടുണ്ട്, കാറുണ്ട്, അല്ലേ? നിങ്ങളുടെ ലിസ്റ്റ് എടുക്കാൻ തുടങ്ങി നിങ്ങൾക്ക് ഇന്ന് രാത്രിയാവോളം പറഞ്ഞു നിൽക്കാൻ പറ്റുന്ന സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലില്ലേ? ഇല്ലേ? ഈ ക്രിസ്മസ് ആഘോഷം 2-3 ദിവസം നീളായിട്ട് വരും. ഇവരെല്ലാം ഉള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് എന്താ ഇല്ലാത്തത്? ഉണ്ടോ? ചിന്തിക്കാറുണ്ടോ? നമ്മുടെ കൊച്ചൊന്ന് തുമ്മിയാ നമുക്ക് ഇച്ചിരി എന്തെങ്കിലും ഇല്ലാതാവുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങളുടെ കൊച്ചുങ്ങളിൽ തുമ്മാറില്ലേ? ഇന്ന് മോഹമുണ്ടോ? അങ്ങനെ പറയില്ല. ഇച്ചിരി ഒരു വിട്ടുമാറാത്ത നെഞ്ചുവേദന 2-3 ആഴ്ചയുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നതാ ഇല്ലാതാവുന്നേ? പറ. കാശാണ്? കാറാണ്? മനസ്സമാധാനം, സമാധാനം, പീസാണ്, അല്ലേ? അത്യുന്നതങ്ങളിൽ ദൈവത്തിന്, വർഷത്തിൽ പറയാം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയില് സന്മനസ്സുള്ളവർക്ക് സമാധാനം. പീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പീസിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് വിഷമമാണ്. കാരണം ഒരു പള്ളിയിൽ അടി നടന്നതാണ് ചിക്കൻ പീസ് കിട്ടാനായിട്ട്. അന്ന് ബിരിയാണി കൊടുത്തപ്പോൾ ചിക്കൻ പീസ് എനിക്ക് കിട്ടിയില്ല, അടി നടന്നതാണ്. എന്താണ് പീസ്? നിങ്ങളുടെ പീസ് എന്താണ്? വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നതാണല്ലോ അമ്മച്ചി, അല്ലേ? അതാണ് പീസ്. ആബ്സെൻസ് ഓഫ് പ്രോബ്ലംസ് അല്ലേ? ആണോ? ആണോ? പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾ വളരെ സമാധാനത്തിൽ കിടന്നുറങ്ങത്തില്ലേ? അതാണോ പീസ്? പ്രസൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എമംഗ് അവർ പ്രോബ്ലംസ് ആണ് പീസ്, അല്ലേ? ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ? ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ദൈവം കൂടെ ഉണ്ടെന്നുള്ള വലിയ ഒരു ബലമുണ്ട്. നിങ്ങൾ മനസ്സമാധാനത്തോടെ കണ്ണടയ്ക്കുമോ? ആരും കൂടെയില്ല. കൂടെയുള്ള ബന്ധുക്കാരും കുടുംബക്കാരെല്ലാം നമ്മളെ തല്ലി ഓടിച്ചു. പക്ഷെ ദൈവം കൂടെ ഉണ്ടെന്നുള്ള ചിന്ത മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ പീസ് ഉണ്ടാവുമോ? ഉണ്ടാവും. അതല്ലേ യഥാർത്ഥ പീസ് എന്ന് പറയുന്നത്. പ്രശ്നങ്ങൾ ഇല്ലാതെ കിടന്നുറങ്ങുന്നതാണോ? പ്രശ്നങ്ങളുടെ മധ്യത്തിൽ എനിക്ക് ആരുമില്ലെങ്കിലും ദൈവം ഉണ്ടെന്നുള്ള ഒരു വലിയ വില ഉള്ളതാണോ പീസ് എന്ന് പറയുന്നത്? നിങ്ങൾ ചിന്തിച്ചാൽ മതി. അതാണ് ഇമ്മാനുവേൽ, ഗോഡ് ഈസ് വിത്ത് us. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ആ ഒരു പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാം. ദൈവത്തിൻ്റെ പ്രസൻസ് നമ്മൾ ഫീൽ ചെയ്യണം. ഫുൾട്ടൻ ജേഷിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്? ബിഷപ്പ് ഫുൾട്ടൻ ജേഷി പാകിസ്ഥാനിലെ വലിയ ചാരനൊന്നുമല്ല, കത്തോലിക്ക സഭയിലെ വലിയ പ്രാസംഗികനായ ഒരു ബിഷപ്പായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഓൺ ക്രിസ്മസ് ഡേ heaven bent down and kissed the earth. The name of the kiss is, എന്തെന്നറിയോ? ജീസസ് ക്രൈസ്റ്റ്. The name of the kiss is ജീസസ് ക്രൈസ്റ്റ്. റൊണാൾഡ് റോൾ ഹെയ്സർ എന്ന് പറഞ്ഞ എഴുത്തുകാരനുണ്ട്. നമുക്ക് പുസ്തകമൊക്കെ അവൈലബിൾ ആണ് നമ്മുടെ പ്രസ്സുകളിലൊക്കെ, ബുക്ക് സ്റ്റോറിലൊക്കെയാണ്. റൊണാൾഡ് റോൾ ഹെയ്സർ അദ്ദേഹം പറയുന്നുണ്ട്, യൂക്രിസ്റ്റ് ഈസ് ആൻ എംബ്രേസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ആലിംഗനമാണ് യൂക്രിസ്റ്റ്. ഞാൻ പറഞ്ഞു വരുന്ന ഒരേ ഒരു കാര്യം, ക്രിസ്മസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡിസംബറിൽ മാത്രമൊന്നുമല്ല, എല്ലാ ദിവസവും നമ്മൾ ക്രിസ്മസ് ആണ്. ഓരോ വട്ടവും വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പം ഈശോ നമ്മുടെ ഇടയിൽ ജനിക്കുന്നുണ്ട്, നമ്മളോടൊപ്പം വസിക്കുന്നുണ്ട്, നമ്മളെ കൂടെ നമുക്ക് അവനെ ദർശിക്കാൻ സാധിക്കുന്നുണ്ട്. ഈശോ നമ്മളെ സ്പർശിക്കുന്നുണ്ട്, അല്ലേ? വിശുദ്ധ കുർബാന നാവിൻ തുമ്പത്ത് വെക്കുമ്പോൾ നമ്മൾ സ്പർശിക്കുന്നില്ലേ? ഫീൽ ഹിസ് പ്രസൻസ്. ഗോഡ് ഈസ് വിത്ത് us. അപ്പൊ അങ്ങനെയാവുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും ക്രിസ്മസ് ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ക്രിസ്മസിന്റെ അനുഗ്രഹങ്ങൾ, പ്രാർത്ഥനകൾ സ്നേഹപൂർവ്വം നേരുന്നു. താങ്ക് യു.
താവക സ്നേഹം പകരണേ പാതയിൽ നിന്നും വെളിച്ചമായി പാലക എന്നെ നയിക്കണേ പാവന സ്നേഹ പ്രകാശമേ താവക സ്നേഹം പകരണേ പാതയിൽ നിന്നും വെളിച്ചമായി പാലക എന്നെ നയിക്കണേ പാവനാത്മാവേ എന്നിൽ വന്നാലും നിറഞ്ഞു നീ കവിഞ്ഞൊഴുകിയിടണേ പാവനാത്മാവേ എന്നിൽ വന്നാലും നിറഞ്ഞു നീ കവിഞ്ഞൊഴുകിയിടണേ താതന്റെ സ്നേഹം നുകരുവാൻ മാമക ദുഃഖമകരുവാൻ താതന്റെ സ്നേഹം നുകരുവാൻ മാനസം പൂർണ്ണമായി ഇടുന്നു നിൻ കനിവാൻ തുണയേകണേ പാവനാത്മാവേ എന്നിൽ വന്നാലും നിറഞ്ഞു നീ കവിഞ്ഞൊഴുകിയിടണേ പാവനാത്മാവേ എന്നിൽ വന്നാലും നിറഞ്ഞു നീ കവിഞ്ഞൊഴുകിയിടണേ ജീവിതം പൂർണ്ണത പുൽകിടുവാൻ നീ എന്നിൽ കനിയേണമേ പാവന സ്നേഹ പ്രകാശമേ താവക സ്നേഹം പകരണേ പാതയിൽ നിന്നും വെളിച്ചമായി പാലകായൻ എന്നിൽ വന്നാലും നിറഞ്ഞു നീ കവിഞ്ഞൊഴുകിയിടണേ പാവനാത്മാവേ എന്നിൽ വന്നാലും നിറഞ്ഞു നീ കവിഞ്ഞൊഴുകിയിടണേ. ഒരിക്കൽ കൂടെ അച്ഛനോടുള്ള പ്രത്യേകമായ സെന്റ് ജോർജ് ഇടവകയോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവത്തമ്പുരാൻ കൂടുതൽ അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞതുപോലെ മുമ്പ് അനൗൺസ് ചെയ്തതുപോലെ 100-ൽ പരം പാട്ടുകൾ സ്വന്തമായി രചിച്ച് അതിന് ഈണം പകർന്നിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ പാട്ട് പാടാൻ കിട്ടുന്നത് വളരെ റയറാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടെ പ്രത്യേകമായ എല്ലാ സന്തോഷവും സ്നേഹം അറിയിക്കുന്നു. താങ്ക് യു. ദൈവത്തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ.